ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഹാവിംഗ് വോൾട്ടേജ് ഗെയിൻ G, the transistor used as trans conductance 0.03 mho and current gain 25. If the above transistor is replaced with another one with trans conductance 0.02 mho and current gain 20, the voltage gain will be options idana 5/4 G, 2/3 G, 1.5 G, 1/3 G. ഓക്കെ, ആദ്യം നമുക്ക് ട്രാൻസ് കണ്ടക്റ്റൻസ് എന്താണെന്ന് പറയാണ്ട് ജസ്റ്റ് ഒരു പോയിന്റേ ഉള്ളൂ. ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ അതിൻ്റെ ഔട്ട്പുട്ടിലെ കറണ്ട് അല്ലേ IC. ഇനി ഇതാണ് ട്രാൻസ് കണ്ടക്റ്റൻസ് ഇക്വേഷന്. G ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ VBE. ഇങ്ങനെ പറയണ്ടേ, ratio of change in collector current to the change in base emitter voltage. അതിനെയാണ് ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, G ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ VBE. ഇതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജ് ഗെയിൻ ബൈ ലോഡ് റെസിസ്റ്റൻസ്. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ട്രാൻസ് കണ്ടക്റ്റൻസ് എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലെ വോൾട്ടേജ് ഗെയിന്, അതിന് ട്രാൻസ് കണ്ടക്റ്റൻസ്, അവിടുത്തെ കറണ്ട് ഗെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതേപോലെ അതിനെ മാറ്റിയിട്ട് വേറൊരു കോമൺ എമിറ്റർ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഗെയിൻ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അവിടുത്തെ ട്രാൻസ് കണ്ടക്റ്റൻസും കറണ്ട് ഗെയിനും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇത് കോമൺ എമിറ്ററാണ്. കോമൺ എമിറ്റർ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCE ആണ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഇൻപുട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാലോ VBE ആണ്. ഇനി VCനെ വേണമെങ്കിൽ IC ഇൻറ്റു RL എന്ന് എഴുതാലോ, ബൈ VBE. ഇതിൽ IC ബൈ VBEനല്ലേ നമ്മൾ നേരത്തെ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞേ, G ഇൻറ്റു RL. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഗെയിൻ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കിട്ടും വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു RL ഇൻറ്റു G. ഇതിൽ നിന്ന് എഴുതിയാലും മതി. ഒന്നുകൂടെ നോക്ക്, G ഈക്വൽ AV ബൈ RL ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് AV ഈക്വൽ ടു G ഇൻറ്റു RL. അതാണ് അവിടെ തന്നെ കിട്ടി. ഈ നമുക്ക് രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ AVയുടെ വാല്യൂ എത്രയാ തന്നിട്ടുണ്ടല്ലോ, G ആണ്. ഇപ്പോൾ G ഈക്വൽ ടു ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ് 0.03 ഇൻറ്റു RL. സെക്കൻഡ് കേസിൽ AV ആണ് കണ്ടെത്തേണ്ടത്, ഈക്വൽ ടു 0.02 ഇൻറ്റു RL. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ. അപ്പോൾ AV2 ബൈ G ഈക്വൽ ടു 0.02 ബൈ 0.03 എന്ന് കിട്ടി. എങ്കിൽ AV2 ഈക്വൽ ടു 2/3 G. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ദ ഓഡിയോ സിഗ്നൽ വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ റെസിസ്റ്റൻസ് ഓഫ് 2 kilo ohm ഈസ് 2 volt if the base resistance is 1 kilo ohm and the current amplification of the transistor is 100. The input signal voltage is options 0.1 volt, option B 1 volt, C 1 millivolt, D 10 millivolt. ഇവിടെ ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V in എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കോമൺ എമിറ്റർ ആയതുകൊണ്ട് ബേസ് ആണ് ഇൻപുട്ടിലോട്ട് വരുന്നത്. അപ്പോൾ IB ഇൻറ്റു RB എന്ന് എഴുതണം. അപ്പോൾ ഇതിൽ നമുക്ക് ആരറിയൂല, IB അറിയൂല, അത് കണ്ടെത്തണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറായി. അപ്പോൾ അതിനാണ് നമുക്ക് ആദ്യം ബീറ്റ തന്നിട്ടുള്ളത്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കോമൺ എമിറ്ററിൻ്റെ IC/IB ആണ്. അതിൽ നിന്ന് IB ഈക്വൽ ടു IC/ബീറ്റ എന്ന് എഴുതാം. പക്ഷെ IC നമുക്ക് നേരിട്ട് തന്നിട്ടില്ല, പകരം ഔട്ട്പുട്ടിൻ്റെ സൈഡിലല്ലേ VC/RC ആണ് IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. VC എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ RC എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻3. ബീറ്റ എന്ന് പറഞ്ഞാൽ 100 10⁻2. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 10⁻−5 എന്ന് കിട്ടി. അതാണ് IBയുടെ വാല്യൂ, അത്രയും ആംപിയർ. ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് V in ഈക്വൽ IB ഇൻറ്റു RBയിൽ 10⁻−5 ഇൻറ്റു RBയുടെ വാല്യൂ 1 കിലോ പറഞ്ഞാൽ 10⁻3 ഈക്വൽ എത്ര വരുന്നത് 10⁻−2 ആംപിയർ അല്ലെങ്കിൽ 10 മില്ലി ആംപിയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The input signal given to a common emitter amplifier having a voltage gain of 150 is Vi equal to 2 cos 15t plus pi by 3. The corresponding output signal will be, options ഇതാണ് 75 cos 15t 2 pi by 3. Option B 2 cos 15t plus 5 pi by 6. അതേപോലെ ഓപ്ഷൻ സി 300 cos 15t plus 4 pi by 3. ദെൻ ഓപ്ഷൻ ഡി 300 cos 15 pi plus pi by 3. അവിടെ ഓപ്ഷനിൽ ടി കഴിഞ്ഞിട്ട് എല്ലാത്തിനും പ്ലസ് വരുന്നുണ്ട്. ഇത്രയും ഡാറ്റ നമുക്ക് തന്നല്ലോ. വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, വി ഔട്ട് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ എന്താ, വി ഔട്ട് ബൈ വി ഇൻ. നെഗറ്റീവ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല, നെഗറ്റീവ് നമ്മൾ പ്രോബ്ലത്തിൽ എടുക്കൂല കേട്ടോ. എങ്കിൽ AV ഈക്വൽ ടു നമുക്ക് വി ഔട്ട് അല്ലേ വേണ്ടത്, വി ഔട്ട് ഈക്വൽ ടു AV ഇൻറ്റു വി ഇൻ. AVയുടെ വാല്യൂ 150 ആണ്. വി ഇൻ എന്ന് പറഞ്ഞാൽ 2 cos 15t plus pi by 3 ആണ്. അത്ര ആൻസർ വരുന്നത് 300 cos 15t plus pi by 3. ഓപ്ഷൻ സി ആണ് ആൻസർ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The collector supply voltage is 6 volt and the voltage drop across the resistor of 600 ohm in the collector circuit is 0.6 volt. In a transistor connected in common emitter mode, if the current gain is 20, the base current is, option A 0.25 milliampere, B 0.05 milliampere, C 0.12 milliampere, D 0.02 milliampere, E 0.07 milliampere. ക്വസ്റ്റ്യനിൽ നമ്മൾ കളക്ടർ സൈഡിൽ കൊടുത്ത വോൾട്ടേജ് 6 വോൾട്ട് ആണ്. അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 600 ഓം ആണ്. ആ 600 ഓമിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് 0.6 വോൾട്ട്. പിന്നെ കോമൺ എമിറ്റർ മെത്തേഡ് ആയതുകൊണ്ട് ബീറ്റ തന്നിട്ടുണ്ട്, എങ്കിൽ അവർക്കുള്ള ഇൻപുട്ട് മീൻസ് ബേസ് കറൻറ്റ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ബീറ്റ അറിയാമെങ്കിൽ ഈക്വൽ ടു IC/IB എന്ന് ചെയ്താൽ നമുക്ക് IB കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് IB ഈക്വൽ ടു IC/ബീറ്റ. ഇനി ആരെ കണ്ടെത്തണം, IC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ. IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VC/RC എന്ന് എഴുതണം. കളക്ടറിനെ ക്രോസ് ആണ് VRC/RC ഇൻറ്റു ബീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. VRCയുടെ വാല്യൂ 0.6 ആണ്, RCയുടെ വാല്യൂ 600 ആണ്, ഇൻറ്റു ബീറ്റയുടെ സ്ഥാനത്ത് 20. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 10⁻³ എന്ന് കിട്ടി, ഡിവൈഡ് ബൈ 20. ആൻസർ വരുന്നത് 0.05 ആംപിയർ.
ഓപ്ഷൻ ബി. ഇവിടെ എഡിറ്റ് ചെയ്ത പോലെ ഇവിടെ ചെയ്താൽ കിട്ടുന്നത് 0.05 ആണ്. അത് മില്ലി ആംപിയർ എങ്കിൽ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. An NPN transistor having AC current gain of 50 is to be used to make an amplifier of power gain of 300. What will be the voltage gain of the amplifier? Option 8.5, 6, 4, 3. ക്വസ്റ്റ്യനിൽ ബീറ്റ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ AC കറണ്ട് ഗെയിൻ 50 തന്നിട്ടുണ്ട്, അതേപോലെ പവർ ഗെയിൻ 300 തന്നിട്ടുണ്ട്, വോൾട്ടേജ് ഗെയിൻ ചോദിക്കുന്നുണ്ട്. എല്ലാം കൂടെ കണക്ട് ചെയ്ത ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരുന്നത്? പവർ ഗെയിൻ ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറണ്ട് ഗെയിൻ എന്ന് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിൽ നിന്ന് AV ഈക്വൽ ടു എന്ത് കിട്ടി? AP ബൈ ബീറ്റ AC എന്ന് കിട്ടി. വാല്യൂസ് എന്ന് പറയുകയാണെങ്കിൽ 300 ഡിവൈഡഡ് ബൈ 50. ആൻസർ 6 ആൻസർ കിട്ടി. ഓപ്ഷൻ ബി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആൻ ആംപ്ലിഫയർ ഹാസ് വോൾട്ടേജ് ഗെയിൻ AV ഈക്വൽ ടു 1000. ദ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡെസിബൽ ഈസ്. ഓപ്ഷൻസ് 30 ഡെസിബൽ, 60 ഡെസിബൽ, 3 ഡെസിബൽ, 20 ഡെസിബൽ. ക്വസ്റ്റ്യനിൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്, 1000 ആണ്. ചോദിക്കുന്നത് എന്താ? വോൾട്ടേജ് ഗെയിൻ ഇൻ ഡെസിബൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. സാധാരണ കേസിൽ വോൾട്ടേജ് ഗെയിൻ യൂണിറ്റ് ഇല്ല. വി ഔട്ട് ബൈ വി എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ക്യാൻസൽ പോകുന്നതുകൊണ്ട് യൂണിറ്റ് ഇല്ല. പക്ഷെ അത് ഡെസിബിൾക്ക് മാറ്റാറുണ്ട്. അത് ഓർത്ത് വെച്ചേക്കണം. വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ ഇൻ ഡെസിബൽ, ഗെയിൻ ഇൻ ഡെസിബൽ എന്ന് പറഞ്ഞാൽ 10 ലോഗ് ഗെയിൻ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഗെയിൻ ഇൻ ഡെസിബൽ ഈക്വൽ ടു 10 ലോഗ് ഗെയിൻ ആണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഡെസിബൽ അല്ല പറയണ്ടേ. അപ്പോൾ AV ഇൻ ഡെസിബൽ ഈക്വൽ ടു 10 ലോഗ് AV. അപ്പോൾ 10 ലോഗ് AVയുടെ സ്ഥാനത്ത് 1000 അല്ലെങ്കിൽ 10 ലോഗ് 10⁻3. ഇതൊക്കെ അറിയാലോ, ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാലോ. ലോഗ് x⁻n എന്ന് പറഞ്ഞാൽ n ലോഗ് x ആണ്. ലോഗ് x⁻n എന്ന് പറഞ്ഞാൽ n ലോഗ് x ആണ്. എങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഈക്വൽ ടു 10 ഓൾറെഡി ഇവിടെ ഉണ്ട് ഇൻറ്റു 3 ലോഗ് 10. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 10 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 30 ഡെസിബിൾ. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ gives an output of 3 volt for an input of 0.01 volt. If beta of the transistor is 100 and the input resistance is 1 kilo ohm, then the collector resistance is. Options 1 kilo ohm, 3 kilo ohm, 30 kilo ohm, 30 ohm, 6 kilo ohm. ക്വസ്റ്റ്യനിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ടിൽ നമുക്ക് 3 വോൾട്ട് കിട്ടി. അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ 0.01 വോൾട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കറണ്ട് ഗെയിന് 100 ആണ്. R ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ ഓം ആണ്. എങ്കിൽ R ഔട്ട്പുട്ട് മീൻസ് കളക്ടറിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. കളക്ടറാണല്ലോ ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് AV ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ എഴുതാം. വി ഔട്ട് എന്ന് പറഞ്ഞാൽ I ഔട്ട് ഇൻറ്റു RL മീൻസ് ഇവിടെ RC എന്നാണ് വരിക, ഡിവൈഡഡ് ബൈ I ഇൻ ഇൻറ്റു R ഇൻ വരും. ഔട്ട്പുട്ടിലെ കറൻറ്റും ഇൻപുട്ടിലെ കറൻറ്റിലെ റേഷ്യോനല്ലേ ബീറ്റ എന്ന് പറയുന്നത്. സോ ബീറ്റ RC ബൈ R ഇൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. ബീറ്റ RL ബൈ R ഇൻ എന്ന് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ വി ഔട്ട് ബൈ വി ഇന്ന് കിട്ടി, ഇക്വേഷൻ കിട്ടി. ഇനി വി ഔട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3/0.01 ഈക്വൽ ടു 100 ഇൻറ്റു RC ഡിവൈഡഡ് ബൈ 1000. 1 കിലോ എന്ന് പറയുമ്പോൾ 1000 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് RC ഈക്വൽ ടു 3 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ ഇൻറ്റു 10. ആൻസർ കിട്ടുന്നത് 3 കിലോ ഓം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്.